മടിയിലിരുന്നു. ഇരുന്നപ്പം എൻ്റെ കാലിൻ്റെ അടിയിൽ എന്തോ ഇങ്ങനെ കട്ടിയായിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ തൊടുന്നു. അപ്പം അതെന്തോന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ കാണാൻ ഭയങ്കര ക്യൂരിയോസിറ്റി, പക്ഷെ ഭയങ്കര പേടി. അപ്പം ഞാൻ പതുക്കെ എൻ്റെ കൈയെടുത്ത് ഇങ്ങനെ അവിടെ തൊട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ഇതെന്തത് തൊലിയാണോ അതോ എല്ലാണോ സോഫ്റ്റായിട്ട് മാംസമാണോ എന്തോന്ന് മനസ്സിലാവുന്നില്ല. ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോൾ ഈ ചേട്ടൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ കൈയെടുത്തിട്ട് എൻ്റെ മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പതുക്കെ തൊട്ടിട്ട് ഭയങ്കര സോഫ്റ്റായിട്ടാണ് തൊട്ടത്. ഞാൻ തൊടുമ്പം എനിക്കൊന്ന് ആ ചേട്ടൻ അറിയാമായിരുന്നു എന്നെ ഇങ്ങനെ തുടർന്ന് കേട്ടോ. തൊട്ടുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ അവിടെ ഇങ്ങനെ നനഞ്ഞു വന്നപ്പോൾ ഞാൻ കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടായി. എനിക്ക് കുറച്ച് പേടി വന്നു. കാരണം നമ്മൾ ബാത്റൂം പോകുമ്പോഴല്ലേ അവിടെ എപ്പോഴും നനയുന്നത്. അല്ലാതെ നനഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ നനയുന്നത് വെച്ചിട്ട് എനിക്ക് പേടി വന്നു. അത് ആ ചേട്ടന് മനസ്സിലായെന്ന് തോന്നുന്നു. ആ ചേട്ടൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പേടിയാവുന്നുണ്ടോ എന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ചേട്ടനാണെങ്കിൽ എന്നെ താഴെ എടുത്ത് നിർത്തിയിട്ട് നടന്നങ്ങ് പോയി. ഇത് ആദ്യമായിട്ട് ഒരിടത്ത് പറയുന്ന. അല്ല, അങ്ങേരെ നിന്റെ അടുത്ത് ആരടുത്തും പറയണ്ടെന്ന് പറഞ്ഞ് വരട്ടിയായിരുന്നോ? ഇല്ല, ആ ചേട്ടൻ എൻ്റെ അടുത്ത് പേടിയാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അല്ലാണ്ട് ആ ചേട്ടൻ എന്നെ പേടിപ്പിച്ചൊന്നുമില്ല. എന്തോ എനിക്കത് ഇനിയും വേണമെന്നുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. എന്നിട്ട് നിനക്ക് അയാളോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഇല്ല. നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം എനിക്കതൊരു എന്താ പറയാ, ഒരു സെക്ഷുവൽ എക്സ്പ്ലോറേഷൻ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടൻ എന്നെ തൊട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ നിർത്തണമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ നിർത്തി. അതുകൊണ്ട് ഞാൻ ശരിയാണെന്ന് കൺക്ലൂഡ് പക്ഷെ തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല. എനിക്കിപ്പോഴും തെറ്റാണെന്ന് തോന്നില്ല. എന്നിട്ട് ബാക്കി പറ. എന്താ തോന്നില്ല. പിന്നെ അച്ഛൻ വന്നു, വീട്ടിൽ പോയി. അച്ഛൻ ആ സമയത്ത് ട്രാൻസ്ഫർ ആയി. അങ്ങനെ വേറെ സ്കൂളിൽ പോയേ. അങ്ങനെ ആ പീരിയഡ് ഞാൻ കണ്ടില്ല. അയാൾക്ക് ഇപ്പൊ കുറെ വയസ്സാണ്, ഒരു 50 വയസ്സാണ്. അന്ന് ഒലിച്ചു കയറപ്പയാണ് ഭയങ്കര വീടായിരിക്കും. പക്ഷെ നിനക്ക് എപ്പോഴെങ്കിലും പിന്നെ അയാളെ കാണാൻ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയല്ല. അന്ന് സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ബാത്റൂമിൽ കയറി മൂത്രമൊഴിക്കാൻ പറഞ്ഞു. ഈ ചേട്ടൻ തൊട്ടോ, ഞാൻ തന്നെ തൊട്ടോക്കെ തൊട്ട് ഇങ്ങനെ പതുക്കെ ഒരു താളത്തിൽ തൊട്ട്